ത്രിയേക ദൈവത്തിന് സ്തുതി. ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. മനുഷ്യന് ഇന്ന് എല്ലാമുണ്ട്. സാങ്കേതിക വിദ്യാ സൗകര്യങ്ങൾ, ആശയവിനിമയോപാധികൾ, വിദ്യാഭ്യാസം തുടങ്ങി ഒന്നിനും കുറവില്ല. പക്ഷേ ഇല്ലാതെയാകുന്നത് പരസ്പര ബന്ധങ്ങളിലെ ഊഷ്മളതയാണ്. ഒരേ വീട്ടിൽ ഒരുമിച്ചിരുന്നാലും ഓരോരുത്തരും സ്വന്തം സ്ക്രീനുകളിൽ മുഴുകിയിരിക്കും. പങ്കിടലിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കാലം മാറി. പരസ്പര സംസാരമുണ്ടെങ്കിൽ പോലും ഹൃദയബന്ധം കുറവാകുന്ന കാലം. ഇത്തരം ഒരു കാലഘട്ടത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന കർത്തൃ പ്രാർത്ഥന വെറും വാക്കുകളുടെ ഒരു ക്രമമല്ല, മറിച്ച് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഊഷ്മള ബന്ധത്തിലേക്കുള്ള ക്ഷണമാണ്. ഊഷ്മള ബന്ധം എന്ന് പറയുമ്പോൾ അത് സ്നേഹവും അടുപ്പവും വിശ്വാസവും പരസ്പരം ക്ഷമിക്കുവാനുള്ള മനസ്സും ഒക്കെയുള്ള ബന്ധമാണ്. ഇത് ഔപചാരികമായ ഒന്നല്ല, ഹൃദയം തുറന്നുള്ള പരസ്പര ബന്ധമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പിതാവായ ദൈവത്തെ സർവസൃഷ്ടിയുടെയും പിതാവാക്കി വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിലേക്കുള്ള ഒരു പാത വ്യക്തമാക്കിക്കൊണ്ട് യേശു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളാകുവാനുള്ള വിളിയാണത്. അത് കേവലം ഒരു പദവിയല്ല, ജീവിത ശൈലിയാണ്. ഈ ബന്ധമാണ് മുന്തിരിവള്ളിയും കൊമ്പുകളും തോട്ടക്കാരനും തമ്മിലുള്ള ബന്ധമായി യേശു പറഞ്ഞതായി യോഹന്നാൻ സാക്ഷിക്കുന്നത്. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് പദവി, പണം, പ്രശസ്തി, സ്വാർത്ഥത തുടങ്ങി പലതിലൂടെയും സ്വന്തം രാജ്യം കെട്ടുപണി ചെയ്യുവാൻ മനുഷ്യൻ പ്രയത്നിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ മക്കളായി ദൈവഹിതത്തിന് വിധേയരാകുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ഉന്നമനത്തിൽ മാത്രമല്ല, ദൈനംദിന ആവശ്യങ്ങളിലും സഹായകനാണ് ദൈവം. അന്നു വേണ്ട ആഹാരം നൽകുവാൻ മതിയായവൻ. സാമ്പത്തിക അനിശ്ചിതത്വം, രോഗങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി പലവിധ ഭീതികളിൽ നാം ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വർഗസ്ഥ പിതാവിലാണ് എന്നോർക്കുക. ഇന്ന് പല കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും തകരുന്നത് പലപ്പോഴും പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധ്യമാകാത്തതിനാലാണ്. സഭയിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലുമൊക്കെ ചിലപ്പോൾ ദ്വേഷങ്ങളും വൈരവുമൊക്കെ മനസ്സിലിട്ട് നീക്കി വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താറുമുണ്ട്. വ്യക്തിഹത്യകളും അപമാനിക്കലുകളും, എന്തിന് കൊലപാതകങ്ങൾ പോലും ഇതുമൂലം ഉണ്ടാകുന്നത് നാം ദൈനംദിനം വാർത്താമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്. എന്നാൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ നാം ക്ഷമിക്കുന്നത് പോലെ മാത്രമേ ദൈവം നമ്മോടും ക്ഷമിക്കുകയുള്ളൂ എന്നാണ്. വിനയമുള്ളിടത്ത് മാത്രമേ ദൈവകൃപ ഒഴുകുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവവുമായും മനുഷ്യരുമായുമുള്ള ബന്ധം പരസ്പര പൂരകങ്ങളാണ്. എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ പരസ്പര ബഹുമാനത്തോടെ സമാധാനത്തിൽ ജീവിക്കുന്ന കുടുംബം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മെ വേദനിപ്പിച്ച, വാക്കുകളാൽ മുറിപ്പെടുത്തിയ ഒരാളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് ഈ നോമ്പ് നമ്മെ വെല്ലുവിളിക്കുകയാണ്. ക്ഷമിക്കുന്നതിലൂടെ അവരുമായി നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാൻ സാധ്യമാണോ? വീണ്ടും കർത്താവ് പറയുന്നു, പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ, അത് സാമ്പത്തിക ആകർഷണമോ വൈകാരികമോ നൈതിക തകർച്ചയോ എന്തുമാകട്ടെ, അവയിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാണ് സ്വർഗസ്ഥ പിതാവ്. ദൈവസ്നേഹവും ദൈവഭയവും കുറയുമ്പോൾ, ദൈവവചനത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, ദുഷ്ടന് അഥവാ സാത്താന് ഹൃദയത്തിൽ ഇടം കൊടുക്കുകയാണ് നമ്മൾ എന്നോർക്കുക. സാത്താനെ ജയിച്ച, അവൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ദൈവസാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്കും ഇവയെ ജയിക്കുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എവിടെയാണ് നാം നിൽക്കുന്നത്?
സ്വാർത്ഥതയും ദ്വേഷവും ഞാനെന്ന ഭാവവും ഒക്കെയാണോ നമ്മിലുള്ളത്? എവിടെയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ വീണത്? എങ്ങനെയാണ് സോദരൻ്റെ മുറിവുകളെ കാണാതെ മാറി നടക്കുവാൻ നമുക്ക് കഴിഞ്ഞത്? നമ്മുടെ മുൻഗണനകൾക്ക് മാറ്റമുണ്ടാവണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നതുമാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പനകളെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യം. ദൈവവുമായും മനുഷ്യനുമായും സ്നേഹത്തിൽ നടക്കുമ്പോൾ നാമും ദൈവമക്കളാണെന്ന് ലോകമറിയും. ഈ ബന്ധം ദൈനംദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും മാത്രമല്ല, തലമുറകളിലേക്കും പകരപ്പെടേണ്ടതാണ് എന്ന് ആവർത്തന പുസ്തകവും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയും വചനധ്യാനവുമൊക്കെ കേവലം ചടങ്ങുകളായാണോ കാണുന്നത്? കുടുംബത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾക്കും പങ്കിടലുകൾക്കും ഭംഗം വരുന്നുവോ? പരസ്പരം ക്ഷമിക്കുവാൻ നാം മറന്നു പോകുന്നുണ്ടോ? നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ ചില ഭക്ഷണ സാധനങ്ങൾ വെടിയാൻ മാത്രമല്ല, തുറന്ന ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊന്ന് വിളിക്കുവാൻ, അവരുടെ കുറ്റങ്ങൾ ഉപാധി കൂടാതെ ക്ഷമിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, കരുതുവാൻ, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, തകർന്ന ബന്ധങ്ങൾ ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ, ദൈവം പിതാവായിരിക്കുന്ന ഭവനത്തിലെ മക്കളായി ഇഴയടുപ്പമുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഈ നോമ്പുകാലം ഒരു ആത്മീയ നവീകരണത്തിൻ്റെതാകട്ടെ. അകന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. പിതാവാം ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹത്താലുള്ള ഊഷ്മള ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ചേർന്നുള്ള ഞങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കി മറ്റുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ സ്നേഹത്താൽ പുതുക്കി ക്ഷമയിലും സമാധാനത്തിലും നടക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.